റമളാനിലെ ആദ്യ രാവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, റമളാൻ വിരുന്നെത്തുമ്പോൾ സ്വർഗവാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നു, നരകവാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നു, പിശാചുക്കൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെയും ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ റമളാനിലാണ്. നമ്മൾ നോമ്പുനോറ്റ് തുടങ്ങുന്നതിനു മുൻപേ അല്ലാഹു അവന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ നമുക്കായി തുറന്നിട്ടിരിക്കുകയാണ്. നമുക്കൊന്നുകൂടി ചിന്തിക്കാം, എന്തിനാകും നമ്മളോട് റമളാനിൽ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു കൽപ്പിച്ചത്? പാവപ്പെട്ടവന്റെ വിശപ്പറിയാനാണോ? ആയിരുന്നെങ്കിൽ വിശപ്പനുഭവിക്കുന്ന പാവപ്പെട്ടവരെ അല്ലാഹു നോമ്പിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നില്ലേ? എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. സൂറത്തുൽ ബഖറയിലെ 183 വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തഖ്വയുള്ളവർ, ദൈവഭക്തിയും സൂക്ഷ്മതയുമുള്ളവരും ആകാൻ വേണ്ടി. നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം തഖ്വ അഥവാ ആത്മീയമായ ആ സൂക്ഷ്മതയാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും വരുന്ന മാറ്റമാണ് യഥാർത്ഥ തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും. ബുഹാരി ആൻഡ് മുസ്ലിം. എത്ര മനോഹരമായ വാഗ്ദാനമാണത്! അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ പുറത്തുതന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ റമളാനിലൂടെ ഞങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുത്തുകയും ലൈലത്തുൽ ഖദർ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.